പുള്ളി എപ്പോഴും പറഞ്ഞ ഡയലോഗാണ്, എനിക്ക് നിന്നെ മാത്രമല്ല, എനിക്ക് നീ അടങ്ങുന്ന ഹോൾ പാക്കേജിനെയാണ് എനിക്ക് വേണ്ടത്. നീ ഈ വസ്ത്രം ധരിക്കണ്ട, നീ എന്തിന് ഇത്ര നേരം ഓൺലൈൻ ഇരുന്നു, നീ ആരോട് ചാറ്റ് ചെയ്തു, നീ എന്തിനു വീഡിയോ കോളിൽ ഇവരെയൊക്കെ വിളിക്കുന്നു. നമ്മൾ ചെയ്യുന്നതിൽ നല്ലതും ചീത്തയും ഉണ്ട്, അതൊക്കെ ആപേക്ഷികമാണെന്നുള്ള വേറെ കാര്യം. എവിടെയാണ് നമ്മൾ ടോക്സിസിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്, നമ്മൾ എന്താ തിരിച്ചറിയാതെ പോകുന്നത്? ചേച്ചി എന്താ ഈ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഞാനേ ടോക്സിസിറ്റിയെ കുറിച്ച് ആലോചിക്കുമായിരുന്നു. അതിപ്പോ എന്താ ടോക്സിസിറ്റിനെ കുറിച്ച് ഇത്ര ആലോചിക്കാൻ? എന്ന് വെച്ചാലേ, ഒരു സംഭവം ഉണ്ടായി. എൻ്റെ ഒരു ഫ്രണ്ട്, അവളുടെ കല്യാണമൊക്കെ ഇപ്പോൾ ഉറപ്പിച്ചിട്ടുണ്ട്. കുറേ കാലമായിട്ട് ഡേറ്റ് ചെയ്തിട്ട് തീരുമാനം എടുത്തതാണ്. അപ്പോൾ ഇപ്പം ഒഫീഷ്യലി കല്യാണ നിശ്ചയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡേറ്റ് ചെയ്ത സമയത്തെ പോലെയല്ല ഇപ്പം ആ പയ്യൻ്റെ പെരുമാറ്റം. ഇനി ഒരു പക്ഷേ അന്ന് അങ്ങനെ ആയിട്ട് അവൾ ഞങ്ങളോട് പറയാതിരുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം അവിടെ മീറ്റ് ചെയ്തപ്പോൾ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന കൂട്ടത്തിൽ വീണ്ടും പറഞ്ഞത്, ചേട്ടൻ ഭയങ്കര കമ്പനിയാണ്, ഭയങ്കര കെയറിങ് ആണ് എന്നൊക്കെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഞാൻ എപ്പോൾ ഫോണിൽ സംസാരിച്ചാലും ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ടാണ് സംസാരിക്കുക. അത് പുള്ളിക്കാരന് എപ്പോഴും നിർബന്ധം പറയും. കാരണം എൻ്റെ ലൈഫിലുള്ള എല്ലാവരെയും അറിയണമെന്ന് പുള്ളിക്കാരന് നല്ല ആഗ്രഹമുണ്ട്. ഇത് കഴിഞ്ഞൊരു 6 വർഷമല്ലേ ഞങ്ങൾ തമ്മിൽ പരിചയമുള്ളൂ. അപ്പോൾ അതിന് മുന്നത്തെ എൻ്റെ ലൈഫിലെ ആരൊക്കെയാണെന്ന് അറിയാൻ പുള്ളിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് ഓരോ കോൺവെർസേഷൻ കഴിയുമ്പോൾ പുള്ളി എന്നോട് ഭയങ്കര ഇവരാരാ, ഇവരെന്താ, എങ്ങനെയാണ് പരിചയപ്പെട്ടേ എന്നൊക്കെ ചോദിക്കും. ആ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, എന്നെക്കുറിച്ച് അറിയാൻ ഇത്ര ആഗ്രഹമുണ്ടല്ലോ. അപ്പോൾ പുള്ളി എപ്പോഴും പറഞ്ഞ ഡയലോഗാണ്, എനിക്ക് നിന്നെ മാത്രമല്ല, എനിക്ക് നീ അടങ്ങുന്ന ഹോൾ പാക്കേജിനെയാണ് എനിക്ക് വേണ്ടത്. ഓക്കെ. പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞപ്പം എനിക്കും എൻ്റെ കൂടെ ഇരുന്ന വേറൊരു പെൺകുട്ടിക്കും ഇത് അത്ര പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് തോന്നിയില്ല. അപ്പോൾ ചോദിച്ചാൽ ആർ യു ഷുവർ? കാരണം ഇത് എല്ലാ കോൺവെർസേഷനും ലൗഡ് സ്പീക്കറിലിട്ട് കേൾക്കണം എന്ന് പറയുന്നത്, അപ്പോൾ അത് എന്തോ ഒരു പ്രശ്നമായിട്ട് നിനക്ക് തോന്നുന്നില്ലേ? അപ്പം എനിക്കറിയാമായിരുന്നു നിങ്ങളിങ്ങനെ പറയുന്നതുകൊണ്ട് ഇത്ര നാൾ ഞാൻ പറയാതിരുന്നത്. അങ്ങനെയൊന്നും അല്ല, ഇത് സ്നേഹം കൊണ്ടുള്ളതാണ്, അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നതിൽ എന്നെ സംശയം ഉള്ളത് കൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞു. ഇന്നലെ അവൾ എനിക്കൊരു മെസ്സേജ് അയക്കാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണോ എന്ന് ഇപ്പോൾ എനിക്ക് പേടിയാവുന്നു. കാരണം ഒരു കോൺവെർസേഷനിൽ ഇവൻ ചോദിച്ചു ഇത് ആരാന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഇതെൻ്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞു. കഴിഞ്ഞ മാസം 18-ാം തീയതി വൈകിട്ട് 2:30 ഇയാൾ വിളിച്ചപ്പോൾ നീ ഇത് എന്നോട് നിൻ്റെ എക്സ് കൊളീഗ് ആണെന്നാണല്ലോ പറഞ്ഞത്, അപ്പോൾ ഇപ്പം എങ്ങനെയാ അത് ഫ്രണ്ടായി എന്ന് ചോദിച്ചപ്പം അപ്പോൾ അന്ന് പറഞ്ഞു നോക്കി ഇപ്പോഴും ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. കാരണം ഞാൻ മറന്നു പോകുന്ന വിചാരിച്ചിട്ടാണോ നീ ഓരോരുത്തരെ കുറിച്ച് ഇല്ലാക്കാതെ ഉണ്ടാക്കി പറയണേ? അപ്പോൾ പറയുന്നുണ്ട് ഇല്ല, ഇതെൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ എക്സ് കൊളീഗാണ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്, ഒരുമിച്ച് വർക്കും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം എനിക്ക് ഓർമ്മ പോലും ഇല്ല ഞാൻ എന്താ അന്ന് പറഞ്ഞതെന്ന്. ഇതാണ് സംഭവം, ആളിത് തന്നെയാണ് എന്ന് പറഞ്ഞു. നീ പറയുന്ന പല കഥകളും കള്ളത്തരമാണെന്ന് ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്, നിനക്ക് അറിയുന്നുണ്ടോ? ഓക്കെ, ഞാനൊരു മണ്ടനാണെന്നാണോ നീ വിചാരിച്ചത്? നീ അപ്പം നീ കഥ ഉണ്ടാക്കുകയാണ്. ഈ പറയുന്ന ആൾക്കാരൊന്നും, നീ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആൾക്കാരൊന്നും നിൻ്റെ വെറും ഫ്രണ്ട്സ് മാത്രമൊന്നുമല്ല, പലരും നിൻ്റെ എക്സ് ആണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് ഒരു ഭയമായത്. അതായത് ഇവൾ എന്നൊക്കെ ആരെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഇയാൾ നോട്ട് ചെയ്ത് മെൻ്റൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അയാൾ ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്, ഇവൾ പറയുന്ന ഫാക്ട്സ് എല്ലാം കറക്റ്റ് ആണോ, ഇപ്പം പറയുന്നതും പഴയത് പറയുന്നതും. എന്നിട്ട് ക്രോസ് വെരിഫൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഓരോ തവണയുടെ മനഃപൂർവ്വം തന്നെ ചോദിക്കും ഇതാരായിരുന്നു എന്ന് ചോദിക്കും. അയാൾക്ക് അറിയായിരിക്കും ആരാണെന്ന്. അപ്പോൾ ഇവൾ ഇപ്പം കൊടുക്കുന്ന ഉത്തരം പണ്ട് കൊടുത്ത അതേ ഉത്തരവാണോ എന്ന് അയാൾ ശ്രദ്ധിച്ച് നോട്ട് ചെയ്യുന്നുണ്ട്. ഒരു ടോക്സിക് ട്രീറ്റ്. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്തൊക്കെ തരം ടോക്സിസിറ്റിയാണ് ആൾക്കാർക്ക് ഉള്ളത്. അപ്പൊ ഇത്രയും കാലം ഈ ചേച്ചിക്ക് ഇതൊരു പേഴ്സണൽ സ്പേസിലേക്ക് വരുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല? എനിക്ക് മനസ്സിലാത്ത കാര്യം, അതായത് ഇവള് ബാക്കി എല്ലാ കാര്യങ്ങളിലും വളരെ സെൻസിബിൾ ആയിട്ടുള്ള റിയാക്ഷൻസ് എടുക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഈ ഒരു കാര്യം വരുമ്പം ഇവള് പറയുന്നത് ഒരു കെയറിങ് ആണെന്നാണ്. എൻ്റെ കൂടെയുള്ള ആൾക്കാരെ അറിയാനുള്ള ഇഷ്ടം കൊണ്ടല്ലേ, എൻ്റെ കൂടെയുള്ള ആരുടെ സപ്പോർട്ട് സിസ്റ്റം ആരാണ്, എൻ്റെ ടോട്ടൽ എൻവയോൺമെൻറ്റ് എന്താണ്, എൻ്റെ എക്കോസിസ്റ്റം എന്താണെന്നൊക്കെ അറിയാനുള്ള ഇഷ്ടം കൊണ്ടല്ലേ, അപ്പോൾ എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ എന്നാണ് അവൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇന്നലത്തെ ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായില്ലായിരുന്നെങ്കിൽ അവൾ ഇത് തന്നെ വിശ്വസിച്ച് പോവുകയും ചെയ്തേനെ. അപ്പം എവിടെയാണ് നമ്മൾ ടോക്സിസിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്, നമ്മളെന്താ തിരിച്ചറിയാതെ പോകുന്നത്, എന്തൊക്കെയാണ് ടോക്സിക് ട്രെയ്റ്റുകൾ, അതൊക്കെ ഇങ്ങനെ ആലോചിക്കായിരുന്നു. ഇപ്പോൾ ടോക്സിക് ട്രെയ്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് നമ്മൾ ഉണ്ടെന്ന് തോന്നുന്നതാണ് കൺട്രോളിങ്. അതിപ്പം പാർട്ട്നേഴ്സിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ട്സിലായിക്കോട്ടെ, അല്ലെങ്കിൽ പാരൻസിലായിക്കോട്ടെ, ഭയങ്കരമായിട്ട് അങ്ങ് കൺട്രോൾ ചെയ്ത് കളയും. അതായത് നീ ഇന്നത് ചെയ്യണ്ട, നീ ഞാൻ പറയുന്ന ആൾക്കാരുടെ കൂടെ കൂടിയാൽ മതി, നീ ഈ വസ്ത്രം ധരിക്കണ്ട, നീ എന്തിന് ഇത്ര നേരം ഓൺലൈൻ ഇരുന്നു, നീ ആരോട് ചാറ്റ് ചെയ്തു, നീ എന്തിനു വീഡിയോ കോളിൽ ഇവരെയൊക്കെ വിളിക്കുന്നു, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവർ ചോദിക്കുമായിരിക്കും അല്ലേ? അപ്പോൾ അതിപ്പം ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഇത്
ആണുങ്ങൾ മാത്രം ചെയ്യുന്ന കാര്യമൊന്നുമല്ല. എത്രയോ ഭാര്യമാരുണ്ട്. നിങ്ങൾ ഏത് ഫ്രണ്ടിൻ്റെ കൂടെ പോയത്, ഫ്രണ്ടിൻ്റെ നമ്പർ എടുക്കി വിളിച്ചു ചോദിക്കട്ടെ, ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, നിങ്ങൾ എങ്ങനെ പോയത്, നിങ്ങൾ എത്ര മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്, നിങ്ങൾ എത്ര മണിക്ക് അവിടെ എത്തണുണ്ട്, അവിടെ പോയത് ഞാൻ അറിയും, വീഡിയോ കോൾ ചെയ്യും. അതായത് സംശയം, വിശ്വാസമില്ലായ്മ, കൺട്രോളിങ്. ഈ ഒരു പാക്കേജ് വന്നു കഴിയുമ്പോൾ ഇപ്പുറത്തിരിക്കുന്ന ആൾ അനുഭവിക്കുന്ന ഒരു ശ്വാസം മുട്ടലുണ്ടല്ലോ. അതായത് ഫുൾ ടൈം ഒരു CCTV നമ്മുടെ വാച്ച് ചെയ്യുന്ന പോലെയാണ് അയാൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ, തെറ്റായി പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അയാൾക്ക് ഹ്യൂമൻ ബീയിങ്സ് ആണ്, എല്ലാവർക്കും മിസ്റ്റേക്സ് പറ്റും, എല്ലാവർക്കും മിസ്റ്റേക്സ് പറ്റാനുള്ള റൈറ്റ് ഉണ്ട്. നമ്മൾ ഒരു മിസ്റ്റേക്കും വരുത്താൻ പാടില്ല എന്നും പറഞ്ഞ് നമ്മൾ ഇങ്ങനെ പതുങ്ങി പതുങ്ങി ജീവിച്ചാൽ അത് എന്തൊരു ജീവിതമായി പോകും. അങ്ങനെ ജീവിക്കാൻ പറ്റത്തുമില്ല, നമുക്ക് ആർക്കും പറ്റില്ല. ഒരു പരിധി എത്തിക്കഴിയുമ്പോൾ അത് പൊട്ടിത്തെറിക്കും. അപ്പം എന്തിനാണ് നമ്മൾ ഇത്രയും ടോക്സിക് ആവുന്നത്? ഈ ടോക്സിസിറ്റി വരുന്നത് തന്നെ എനിക്ക് തോന്നുന്നു പൊസസീവ്നെസ് തുടങ്ങി. എല്ലാ ബന്ധങ്ങളിലും നമ്മൾ പറയും പൊസസീവ്നെസ് ഉണ്ട്. ഇപ്പം അച്ഛനും പാരൻസിന് മക്കളോടായിക്കോട്ടെ, സിബ്ലിങ്സിനായിക്കോട്ടെ, ഫ്രണ്ട്സിനായിക്കോട്ടെ, പാർട്ട്നേഴ്സിനായിക്കോട്ടെ, ഒരു സ്നേഹത്തിലൊരു പൊസസീവ്നെസ് ഉണ്ട് എന്ന് നമ്മൾ ഭയങ്കര മനോഹരമായിട്ടും കാവ്യാത്മകമായിട്ടും അല്ലാതെയും ഒക്കെ പറയാറുണ്ട്. പക്ഷെ ഈ പൊസസീവ്നെസ് ആണ് ഒരു പരിധി കഴിയുമ്പോൾ ടോക്സിസിറ്റി ആയി മാറുന്നത്. ആ പൊസസീവ്നെസ്സിനെ എവിടെ കൺട്രോൾ ചെയ്യണമെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ടോക്സിസിറ്റീനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരിക്കും. അതുപോലെ തന്നെ ഈ ആളുകൾ നമ്മളോട് ഇങ്ങനെ ചോദിച്ചു തുടങ്ങുമല്ലോ, നീ ആരെ വിളിക്കുന്നു, എന്തിനു വിളിക്കുന്നു, എവിടെ പോകുന്നു, നിന്റെ ഫ്രണ്ട്സ് ആരാണ്, അല്ലെങ്കിൽ നിന്റെ പേഴ്സണൽ സ്പേസിലേക്ക് വരുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നിങ്ങനെ ചോദിച്ചു തുടങ്ങുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നു നമുക്ക് അവർ ആ ചോദ്യങ്ങൾ ഒരു പരിധി കൂടുതൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കി, ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ തലച്ചോറും കൂടെ ഉപയോഗിച്ചിട്ട് നമ്മൾ ചിന്തിക്കണം എന്നുണ്ട്. ഹൃദയം മാത്രം പോരാ. അത് ഏത് ബന്ധത്തിലാണെങ്കിലും ഇപ്പം നമ്മൾ പറയില്ലേ, ഇപ്പം നമ്മൾ ടോക്സിസിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരും വേഗം പ്രണയത്തിലേക്കായിരിക്കും അത് കണക്ട് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലേക്കായിരിക്കും അത് കണക്ട് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഫ്രണ്ട്സിനിടയിലോ ടോക്സിസിറ്റി ഉണ്ട്. അതാണ് എനിക്കൊന്ന് ടീനേജേഴ്സ് കൂടുതൽ ഫേസ് ചെയ്യുന്നത് ഫ്രണ്ട്സിനിടയിലെ ടോക്സിസിറ്റിയാണ്. എനിക്ക് ഇപ്പം ഒരാളോട് പിണക്കുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ആരും അവരോട് മിണ്ടരുത്, അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ അവരെ അറ്റൻഡ് ചെയ്യരുത്, അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് അവർക്ക് കൊടുക്കരുത്. അങ്ങനെ ആ ടോക്സിസിറ്റി ഒരു പരിധിയെ കൂടുതലാകുമ്പം ആ സ്നേഹം നമുക്ക് കുറഞ്ഞു വരും. ഇപ്പം പാരൻസിന് ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ, എപ്പോഴും അമ്മായിമ്മ മരുമോള് ആണ് പ്രശ്നം എന്ന് നമ്മളെപ്പോഴും പറയുമെങ്കിലും ചില പ്രശ്നത്തിൽ അമ്മേൻ്റെയോ അച്ഛൻ്റെയോ സ്നേഹ കൂടുതൽ കാരണം മക്കളെ കൃത്യമായി റൈറ്റ് വേയിൽ വിവാഹം കഴിഞ്ഞാൽ തിരിച്ചുവിടാൻ പറ്റാതെ വരും. അവൻ അങ്ങനെ പെരുമാറിയോ, അവൾ അങ്ങനെ പെരുമാറിയോ, നമ്മൾ ഇമോഷണലി ഡാമേജ് ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും നമ്മൾ അവരോട് എന്നാ അമ്മേനെയോ പപ്പേനെയോ വിളിച്ച് നമുക്കിത് പറയാം എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുക. ആ സമയത്ത് നമ്മൾക്ക് അതങ്ങനെയല്ല, നീ അതിന് ഈ രീതിയിലും കൂടി ഒന്ന് ചിന്തിക്കുമെന്ന് പറയുന്നതിന് പകരം ഓക്കെ എൻ്റെ മകളോട് അവർ അങ്ങനെ പെരുമാറി, ഇങ്ങനെ ക്ഷമിക്കാൻ പാടില്ല എന്നൊരു സാധനം കൊടുക്കുമ്പോൾ പ്രശ്നത്തെ എങ്ങനെ സോൾവ് ചെയ്യണം എന്നതിനപ്പുറത്തേക്ക് നിന്നോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അപ്പൊ നീ ഇങ്ങനെ ചെയ്യും എന്ന് പറയുന്നിടത്താണ് പ്രശ്നം വീണ്ടും. ആ ബന്ധം ഭയങ്കര മോശമായി പോകാനും ഈ സാധനം കൊണ്ട് അത് എനിക്ക് തോന്നുന്നു എല്ലാത്തിലും ഉള്ള ഈ പൊസസീവ്നെസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. അതിപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രണയമായിക്കോട്ടെ, സൗഹൃദം ആയിക്കോട്ടെ, പാരൻസും ഈ പാരൻസിന്റെ ടോക്സിസിറ്റിയാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാതെ പോകുന്നതിൽ ഒന്നും പാരൻസിന്റെ അത് സ്നേഹമാണ്, അവരെല്ലാം നമുക്ക് വേണ്ടി നല്ലതാണ്. അങ്ങനെ അല്ലാന്നല്ല, അവർ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമ്മളെക്കാൾ കൂടുതൽ കാലം പല എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടാണ് അവർ നമ്മൾ ഡിസിഷൻ മേക്കിനെ ഹെൽപ്പ് ചെയ്യുക. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറച്ചും കൂടി ഒരു പുറത്തിറങ്ങി എക്സ്പ്ലോർ ചെയ്ത് കുറച്ചും കൂടെ ഒക്കെ ചില കാര്യങ്ങളിൽ, എല്ലാ കാര്യങ്ങളിലും ചില കാര്യങ്ങളിലൊരു ഇതുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാം എല്ലാവരും പറയുന്നത് റൈറ്റ് ആണ് അത് നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ നമ്മുടെ ബ്രെയിനും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ടോക്സിസിറ്റീനെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നത്. അതെ, ഇപ്പൊ ഈ പാരൻസിന്റെ കേസ് പറഞ്ഞില്ലേ, ഇപ്പൊ പാരൻസിന്റെ അടുത്ത് നമുക്ക് ഏറ്റവും കിട്ടുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാല്, എല്ലാവർക്കും ആണെന്നല്ല കേട്ടോ, കോൺസ്റ്റന്റ് ക്രിറ്റിസിസം. അതായത് നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അപ്പൊ അത് വലുതാക്കി പറയുന്നു. ഇപ്പൊ ചിലർ പറയാറ് ഞാൻ എന്ത് ചെയ്താലും എൻ്റെ അമ്മയ്ക്ക് പിടിക്കില്ല, അപ്പൊ അമ്മ പറയും ഞാൻ എന്ത് ചെയ്താലും അവൾക്ക് പിടിക്കത്തില്ല. കാരണം നമ്മൾ ചെയ്യുന്നതിൽ നല്ലതും ചീത്തയും ഉണ്ട്, അതൊക്കെ ആപേക്ഷികമാണെന്നുള്ള വേറെ കാര്യം. പക്ഷെ നല്ലത് നമ്മൾ പറയാതിരിക്കുകയും വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. അതും അറിയാമല്ലോ, അവളിപ്പോൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അതെല്ലാവർക്കും അറിയാൻ, പറയേണ്ട കാര്യമില്ലല്ലോ. അതേ സമയത്ത് അവൾ വേറെ എന്തിനെങ്കിലും ഇപ്പോൾ വീട്ടിൽ അടിച്ചു വാരിയില്ല, വീട്ടിലൊരു വാസ്തു ചെയ്യത്തില്ല ഈ പെണ്ണ് എന്നായിരിക്കും തുടങ്ങുന്നത്. എന്നാൽ അതേ സമയത്ത് പക്ഷെ അവൾ നല്ലപോലെ പഠിക്കും കേട്ടോ എന്നുകൂടി പറഞ്ഞാൽ അതൊരു ബാലൻസിങ് ഉണ്ട്. പക്ഷെ നല്ലതൊന്നും കണ്ടില്ല എന്നങ്ങ് നടിക്കും. കാരണം നമ്മുടെ കുട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം. അതായിരിക്കാം ഒരു പക്ഷെ അവർ ഈ കുറ്റം പറയുന്നതിൻ്റെ പിന്നിലുള്ള ഒരു റീസൺ. നമ്മുടെ മോള് പെർഫെക്റ്റ്, നമ്മുടെ മോൻ പെർഫെക്റ്റ് ആയിരിക്കണം.
അപ്പോൾ ഏത് നേരം നോക്കിയാൽ ആ ചെറുക്കൻ കളി തന്നെ കളി. പക്ഷെ അതേ സമയത്ത് ഇവൻ കൂട്ടുകാർക്കിടയിൽ വളരെ നല്ല പയ്യനായിരുന്നിരിക്കാം, ചിലപ്പോൾ കളിയിൽ ഗെയിംസിലും ഏറ്റവും മികച്ച പ്ലെയർ ആയിരിക്കാം, നാട്ടുകാർക്ക് വളരെ ഇഷ്ടമുള്ള പയ്യനായിരിക്കാം, അവൻ്റെ അടുത്തുനിന്ന് ഒരു തെറ്റ് വരില്ല എന്ന് നാട്ടുകാർ ഒന്നടങ്കം പറയുന്ന ഒരു പയ്യനായിരുന്നിരിക്കാം. പക്ഷെ അവൻ്റെ വീട്ടിൽ നിന്ന് പറയുന്നത് എന്താ, ഒരു നേരത്തും വീട്ടിൽ കാണത്തിൽ ഒരു ഉപകാരത്തിനില്ലാത്തൊരു ചെറുക്കൻ എന്നായിരിക്കും പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ കണ്ണും പൂട്ടി നമ്മുടെ കുട്ടികളെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് പകരം അവരിലെ നന്മകളെ നമ്മൾ വാചാലമായിട്ട് പറയുക തന്നെ വേണം അതിനെക്കുറിച്ച്. അതിപ്പോൾ എന്തത്ര പറയാനുള്ളത്, അറിയാവുന്ന കാര്യമല്ലേ എന്നല്ല പറയേണ്ടത്. നമ്മൾ വാക്കാൽ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ വാക്കാൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുകയും വേണം. അതല്ലെങ്കിൽ അത് ക്രിറ്റിസിസം മാത്രമുള്ള ടോക്സിക് പാരന്റിങ് ആയിട്ട് മാറും. ടോക്സിക് പാരന്റിങ് നമുക്ക് ടോപ്പിക് തന്നെ എടുക്കേണ്ടി വരും. ഈ പാരന്റ്സിന്റെ അതുപോലെ സൗഹൃദത്തിലും അത് അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ കൂട്ടുകാരെ നമ്മൾ ഒരിക്കലും എന്താ പറയുക, ചിലപ്പോൾ അവർ നല്ല കാര്യം ചെയ്തിട്ടൊന്നും നമ്മളത് നല്ലതെന്ന് പറയുണ്ടാവില്ല. പക്ഷെ എന്തെങ്കിലും ഒരു വീഴ്ച വരുമ്പോൾ വേഗം നീ അത് അങ്ങനെ ചെയ്തില്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പെരുമാറിയത്. അങ്ങനെയല്ല, ഈക്വലായിട്ട് എല്ലാ ബന്ധങ്ങളെയും ഈക്വലായിട്ട് തെറ്റും ശരിയും ഒരേപോലെ ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റണേ ഏതൊരു ബന്ധത്തിലാണെങ്കിലും. ഇപ്പം നമ്മൾ ഈ ടോക്സിക് ട്രേറ്റ്സിൻ്റെ കാര്യം പറഞ്ഞപ്പം അതിലൊരു പ്രധാനപ്പെട്ട ട്രേറ്റാണ് ഗ്യാസ് ലൈറ്റിംഗ്. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ കല്യാണം കഴിച്ച് ഭർത്താവ് ഉണ്ടെന്ന് വിചാരിക്കാം. ഞാനും എൻ്റെ ഭർത്താവിനും ഞങ്ങൾക്കൊരു ജോയിൻ്റ് അക്കൗണ്ടാണ് ഉള്ളത് ബാങ്കിൽ. അപ്പോൾ നമ്മൾ എന്ത് ചിലവ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ പരസ്പരം ഇരുന്നൊന്ന് സംസാരിച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ഒരു ദിവസം ഞാൻ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൽ ഒരു 10-30,000 രൂപയുടെ വിഡ്രോവൽ കാണുന്നു. അതൊരു ഡെക്കാത്തലൺ പോലുള്ള ഒരു സ്പോർട്സിൻ്റെ കടയിൽ ചെയ്തതായിട്ടാണ് കാണുന്നത്. അപ്പം ഞാനല്ല ചെയ്തേക്കുന്നത്. അപ്പം ഞാനല്ലെങ്കിൽ ഒബ്വിയസ്ലി എൻ്റെ ഭർത്താവായിരിക്കണമല്ലോ. അപ്പം ഞാൻ എൻ്റെ പാർട്ട്ണറോട് ചോദിക്കുകയാണ്, ഇത് എന്തായിരുന്നു, നമ്മൾ സംസാരിച്ച ഒരു വിഡ്രോവൽ അല്ലല്ലോ ഇത് എന്ന് നമ്മളിരുന്ന് സംസാരിക്കുന്നു. ഉടനെ അവിടെ നിന്ന് വരുന്ന റെസ്പോൺസ് ആ ബാങ്കിന് തെറ്റിപ്പോയതായിരിക്കും, ബാങ്കിൻ്റെ എററായിരിക്കും. അല്ല, ഇത് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കി കറക്റ്റാണ്, ഇതിൽ തെറ്റൊന്നും കാണുന്നില്ല, അതേ സമയത്ത് നമ്മുടെ SMS വന്നിട്ടുണ്ട്, നമ്മൾ ചെയ്തു തന്നെയാണ്. അതാണോ ഇപ്പോൾ ഇത്ര വലിയ കാര്യം, നീ എന്തെങ്കിലും ചോദ്യം ചെയ്യാൻ വരുവാണോ, ഇതിപ്പോൾ 10 ഇത്ര രൂപയുണ്ട്, 20,000 30,000, ഇതിപ്പോൾ എന്തെന്ന്, ചെറിയ സന്തോഷങ്ങളൊക്കെ അല്ലേ, ചെറിയ എന്തെങ്കിലും സ്പെൻഡ് ചെയ്യുന്നതിൽ ഇപ്പോൾ എന്താ പ്രശ്നം, ഇതിപ്പോൾ കൂട്ടി വെച്ചിട്ട് എന്തിനാ. അപ്പം അതല്ല, നമ്മളിത് ഈ സേവിങ്സ് നമ്മൾ തുടങ്ങിയത് തന്നെ നമുക്കൊരു വീട് വെക്കണം എന്നുള്ളതിലാണല്ലോ. ഈ 30,000 രൂപ കൊണ്ടായിരിക്കും നീ വീട് വയ്ക്കാൻ പോകുന്നത്, ഇതുകൊണ്ട് എന്തോ ആവാനാ, എന്തായാലും വീട് വയ്ക്കാൻ എങ്ങനെ പോയാലും 19 ലക്ഷം രൂപ വേണം, അതിലേക്ക് സേവ് ചെയ്തിടയ്ക്ക് ഒരു 30,000 രൂപ ചിലവാക്കിയാണ് ഇത്ര വലിയ പ്രശ്നം, നിനക്ക് എന്ത് പറ്റി, ഇത് ഞാൻ അന്ന് നിന്നോട് പറഞ്ഞതാണ്, നീ മറന്നുപോയിട്ടുണ്ടാവും. ആ കോൺവെർസേഷൻ എങ്ങും ഇല്ലാതെ അങ്ങ് അവസാനിച്ചു. അവസാനം ആ പയ്യൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, മനുഷ്യൻ്റെ മനസ്സമാധാനം കാട്ടി ഞാൻ ഇത്തിരി പൈസ ചിലവാക്കി അവൾക്ക് അപ്പം പ്രശ്നം, അവൾ എന്താ ചിലവാക്കിയാൽ അവൾക്കൊരു പ്രശ്നവും ഇല്ല. ഞാനും വന്നിട്ട് ചോദിക്കുന്നുണ്ടോ, നീ ഇന്നലെ ഓൺലൈനിൽ എത്ര സാധനം ഓർഡർ ചെയ്തു, കഴിഞ്ഞ ആഴ്ച വന്ന പാക്കറ്റ് കണക്കിന് അവിടെ ഇരിക്കുന്നു, സ്ഥലവും മെനക്കേട് എല്ലാം മെനക്കേട്, വിട് ടോപ്പിക് വിട്, നമുക്കിവിടെ നിർത്താം എന്ന് പറഞ്ഞിട്ട് ആ പയ്യനങ്ങ് പോകുന്നു. ഞാനിരുന്നിട്ട് ആലോചിക്കുക, ഞാൻ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, ഞാൻ എന്തോ തെറ്റ് ചെയ്തല്ലോ എന്നാണ് അവസാനം എനിക്ക് തോന്നുന്നത്. എന്ത് ചെയ്തത് അയാളുടെ മിസ്റ്റേക്കാണ്. അതായത് അയാൾ പറഞ്ഞാൽ മതി, ഓക്കെ ഇത് ഇന്നടത്ത് ഞാൻ ചിലവാക്കി എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിന് പകരം അറ്റ് ദി എൻഡ് ഓഫ് ദി കോൺവെർസേഷൻ ഞാൻ ആലോചിക്കുന്നത്, അപ്പം ഞാനാണല്ലേ പ്രശ്നം, ഞാനിങ്ങനെ നോക്കാൻ പാടില്ലല്ലേ, ഞാൻ ഭയങ്കര കൺട്രോളിങ് ആണല്ലേ, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലല്ലേ, എനിക്കാണല്ലേ തെറ്റ്. അതിപ്പോൾ സെൽഫ് കോൺഫിഡൻസിന് നമ്മളങ്ങ് സെൽഫ് ഡൗട്ട് ചെയ്യും, നമ്മുടെ പ്രശ്നമാണെന്ന് വിചാരിക്കും. ഇപ്പം നമ്മൾ എടുത്തുകൊണ്ട് പോയി ഇരുന്ന് സംസാരിച്ച് സോൾവ് ചെയ്യണം വിചാരിച്ച എന്ത് പ്രശ്നമാണോ ആ എടുത്തുകൊണ്ട് ചെന്നു എന്നുള്ളത് തന്നെ ഒരു പ്രശ്നമായി പോയി എന്ന് നമുക്ക് തോന്നും. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ അത് അതിനേക്കാളും വലിയൊരു സാധനമാക്കി നമ്മുടെ നിലയിലേക്ക് തന്നെ തിരിച്ചിടും. എന്നാൽ കുറ്റപ്പെടുത്തിയെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഒരു കുറ്റപ്പെടുത്തൽ, ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കിട്ടിയിട്ടില്ല. അവസാനം കൊണ്ടുവന്ന് ഞാനാരായി, ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇനി നെക്സ്റ്റ് ടൈം ഇത് വരുമ്പോൾ ഞാൻ മിണ്ടൂല, കാരണം ഇതാണല്ലോ സംഭവിക്കാൻ പോകുന്നതെന്ന് വിചാരിച്ചിട്ട്. കാരണം ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു ട്രൈറ്റാണ് ഇമോഷണലി അൺഅവൈലബിൾ ആയിരിക്കുക. ഇതിൻ്റെ തന്നെ വേറൊരു വേർഷനായിട്ട് നമുക്ക് സ്റ്റോൺ വാളിംഗ് എന്നും പറയാം. അതായത് നമ്മൾ ഈ കല്ലിന് കാറ്റ് പിടിച്ച പോലെ എന്ന് പറയും. അതായത് എന്ത് പറഞ്ഞാലും ഒരു ഉലുക്കവും ഇല്ല, ഒന്നിനോട് ഒരു റിയാക്ട് ചെയ്ത് തരില്ല. അതായത് ഗുണത്തിനും ഇല്ല ദോഷത്തിനും ഇല്ല എന്ന് പറയും. പക്ഷെ അത് ചിലര് ഭയങ്കര പോസിറ്റീവാണ് എന്ന് വിചാരിക്കും, ഞാൻ അവർക്ക് അല്ലെങ്കിൽ അവന് അല്ലെങ്കിൽ അവൾക്ക് അത്രയും ഫ്രീഡം കൊടുക്കുകയാണ്, എന്നിട്ട് അത് അവൾക്ക് പ്രശ്നമാണ് എന്ന് ആ രീതിയിൽ അതൊരു ക്രെഡിറ്റ് ആയിട്ട് പലരും വിചാരിക്കാറുണ്ട്. രണ്ട് പാർട്ട്നേഴ്സ് തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഇത് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് അറിയാതെ നമ്മളൊരു സ്റ്റോൺ ആയിട്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇമോഷണലി അൺഅവൈലബിൾ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ആ റിലേഷൻഷിപ്പിനോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൈമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിക്ക്, അതിപ്പോൾ നിങ്ങളുടെ സുഹൃത്തായിക്കോട്ടെ, നിങ്ങളുടെ പാരൻസ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവർക്ക് ഇമോഷണലി
അവരെ നിങ്ങൾ കേൾക്കണം, അവർക്ക് നിങ്ങളോട് സംസാരിക്കണം എന്നുള്ള സമയത്ത് എനിക്കിപ്പോൾ അത് കേൾക്കാനുള്ള മെൻറ്റാലിറ്റി, ഞാൻ തയ്യാറായി, എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് ഞാനങ്ങ് അൺഅവൈലബിൾ ആയി കളയുക. ചിലരുണ്ട് അത് എൻ്റെ മീ ടൈമാണ്, അതുണ്ടാവും. പക്ഷെ ചില പ്രശ്നങ്ങൾ നമ്മൾ പറയാൻ ചെല്ലുമ്പോഴത്തേനും എനിക്കിപ്പോൾ ഇത് കേൾക്കാനുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരതിനെ, നമ്മൾ ചില സമയത്ത് നമ്മളത് പറയാൻ ചെല്ലുന്നത് നമ്മുടെ ഏറ്റവും മോശമായൊരു സാഹചര്യത്തിലായിരിക്കാം. എപ്പോഴും എല്ലാത്തിനും തൊട്ടതിനും പിടിച്ചതിനും പരാതി പറയാൻ ചെല്ലുന്നവരെ കുറിച്ചല്ല ഈ മനുഷ്യൻ ചെയ്യുന്നത്. നമ്മൾ അത്രയും മോശം കണ്ടീഷനിൽ ഒരാളോട് നമ്മൾ നമ്മുടെ വിഷമം പറയാൻ ചെല്ലുമ്പോൾ അവരങ്ങനെ പറയുന്നത് ഇപ്പുറം നിൽക്കുന്ന ആളെ ഭയങ്കര മോശമായിട്ട് ബാധിക്കും. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന നെയിം കോളിങ് അല്ലെങ്കിൽ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള എക്സ്ചേഞ്ച്. എന്തെങ്കിലും കാര്യം വന്നു കഴിയുമ്പോൾ അങ്ങ് ചീത്ത പറഞ്ഞു കളയാം, കണ്ണു പൊട്ടുന്ന വിധത്തിൽ ബാഡ് വേർഡ്സ് യൂസ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് പോലും മനസ്സിലാവാത്ത വാക്കുകളൊക്കെ ഇട്ട് നമ്മളിങ്ങനെ തറഞ്ഞു നിന്ന് പോകും. എന്നുവെച്ചാൽ എന്ത് ഇഷ്യൂ ആയിക്കോട്ടെ അതിൽ പരസ്പരം ബ്ലെയിം ചെയ്യാതെയും ചീത്ത വിളിക്കാതെയും സൊല്യൂഷൻ കണ്ടെത്താനുള്ള എത്രയോ വഴികളുണ്ട്. ഒരാൾ ഭയങ്കര അഗ്രസീവായിട്ട് നമ്മളെ ചീത്ത വിളിക്കും. ഇപ്പം ആണുങ്ങൾ മാത്രമല്ല കേട്ടോ ചെയ്യുന്നത്, പെണ്ണുങ്ങളും ചെയ്യുന്നുണ്ട്. അതായത് അവർക്ക് ഇപ്പം എപ്പോഴും ഇറക്കാനുള്ളൊരു കാർഡാണല്ലോ, സ്ത്രീത്വത്തെ അപമാനിച്ചു, ഞാനൊരു കേസ് കൊടുത്താൽ നിങ്ങൾ ഇപ്പം അകത്തു പോവും എന്നും പറഞ്ഞ് അവർക്ക് എന്തും പറയാം. ഈ പാവം പുരുഷന്മാർ പേടിച്ചിട്ട് മിണ്ടാതിരിക്കുന്നത്. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, അങ്ങനത്തെ സിറ്റുവേഷനുകളും പല വീടുകളിലും ഉണ്ട്. അതായത് സ്ത്രീകൾ ഭയങ്കരമായിട്ട് അതിനെ അങ്ങ് എക്സ്പ്ലോയിറ്റ് ചെയ്യും ചില സ്ത്രീകൾ. അതായത് ഞാൻ അങ്ങനെ ചെയ്ത് കളയും, ഞാനൊരു വരി പറഞ്ഞ, ഞാനിപ്പോൾ ഒരു കോൾ ചെയ്താൽ പോലീസ് ഇവിടെ നിങ്ങൾ തൂക്കിയെടുത്ത് അകത്തു, ഞാനൊരു വാക്ക് പറഞ്ഞാൽ മതി നിങ്ങൾ എന്നെ ഉപദ്രവിച്ചു എന്ന്. അയാൾ ഉപദ്രവിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇങ്ങനൊരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ അയാൾക്ക് റിയാക്ട് ചെയ്യാൻ പോലെ അയാൾ പേടിച്ചിട്ട് അയാളൊന്നും ചെയ്യൂല. അത് തന്നെ തിരിച്ചും ഭയങ്കര അഗ്രസീവായിട്ട് നമ്മൾ സംസാരിക്കാനുള്ള ഒരു സ്പേസ് പോലും നമുക്ക് തരാതെ അഗ്രസീവായിട്ട് നമ്മളെ അങ്ങ് വാക്കാലോ അങ്ങ് അടിച്ചങ്ങ് ഇരുത്തിക്കളയുക. പിന്നെ നെക്സ്റ്റ് ടൈം നമുക്ക് അയാളോട് സംസാരിക്കാൻ തോന്നൂല. കാരണം ചിലരുണ്ടാവും, ചിലർക്ക് നല്ലപോലെ സംസാരിച്ച് ആ ടോപ്പിക്കിനെ അങ്ങ് അവരുടെ കുത്തകയാക്കി അങ്ങ് മാറ്റാൻ പറ്റും. ചിലർ എക്സ്പ്രസ് ചെയ്യാൻ അത്രയും എക്സ്പേർട്ട് ആയിക്കൊള്ളണമെന്നില്ല, അവർ അരികും മൂലയൊക്കെ കുത്തിപ്പെറുക്കിയായിരിക്കും പറയുന്നത്. കൃത്യമായിട്ട് സെന്റൻസുകളും വാക്കുകളും ഉപയോഗിച്ചിട്ട് എൻ്റെ ഇമോഷൻ ഇതാണെന്ന് പറയാൻ ചിലർക്ക് പറ്റില്ല. ചിലരുണ്ട് അങ്ങനെ. കാരണം എക്സ്പ്രസ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് വളരെ വലിയൊരു സ്കില്ലാണ്, അത് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എൻ്റെ ഉള്ളിൽ എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് അപ്പുറത്തിരിക്കുന്ന ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ എനിക്ക് ഇന്നതൊരു പ്രശ്നമായിട്ട് തോന്നുന്നു എന്ന് പോലും പറഞ്ഞ് ഫലിപ്പിക്കാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. പക്ഷെ അപ്പുറത്തിരിക്കുന്ന ആൾ കുറച്ചും കൂടി ഭാഷയിലോ അല്ലെങ്കിൽ വാക്ചാതുര്യമോ ഉള്ള ആളാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞുകൊണ്ട് എന്നിട്ടും കാര്യമില്ല. അവസാനം നമ്മൾ ഓക്കെ അയാൾ പറയുന്നതുകൊണ്ട് എല്ലാം ശരി, നമ്മൾ തന്നെ കൺവിൻസ്ഡ് ആയിട്ട് നമ്മൾ പറഞ്ഞങ്ങ് സ്ഥാപിക്കും. ചിലർ ത്രെറ്റനിങ് ആൻഡ് ബ്ലാക്ക് മെയിലിംഗ്, ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ്, അത് എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ പെൺകുട്ടികളിലാണ് ഞാനത് കൂടുതലും കേട്ടിട്ടുള്ളത്. ഇനി എൻ്റെ കേൾവി കുറവായതുകൊണ്ടാണോ എന്നറിയില്ല. ഇതൊരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവാൻ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നീ ഇല്ലെങ്കിൽ ഞാൻ ചത്തുകളയും, ഞാനിപ്പോൾ സൂയിസൈഡ് ചെയ്യും. എന്നിട്ട് പലതരം ഡ്രാമകളാണ്. കൈമുറിക്കുന്നതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നു, ഞാൻ 4 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല, ഞാനിത് ഡ്രിപ്പിടാൻ പോകുന്നു, തല ഭിത്തിക്കിടിക്കുക അല്ലേ, നമ്മൾ കൂട്ടുകാരെ മുഴുവൻ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ ആക്കാൻ പോവാണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. അതെ, അതായത് കാണിക്കുക. അതെ, ഇന്ന ആള് കാരണമാണെന്നും പറഞ്ഞിട്ട് കൂട്ടുകാർക്കൊക്കെ മെസ്സേജ് അയക്കുക. എന്നിട്ട് ആ കൂട്ടുകാർ എന്താ വെച്ചാൽ ഈ പയ്യനെ വിളിക്കുക, എന്താണ് സംഭവം, എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നീ എന്താ ചെയ്യുന്നത്. അവൻ ചിലപ്പോൾ ഒരുപക്ഷെ ഇത് ടോക്സിക് ആണെന്ന് കണ്ടിട്ട് ഇതെനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതായിരിക്കാം വളരെ മാന്യമായിട്ട്. പുറത്തുനിന്ന് വരുന്ന റിയാക്ഷൻ ഞാനിപ്പോൾ സൂയിസൈഡ് ചെയ്യും, ഞാനിപ്പോൾ അതേ ഫാനിൽ കിട്ടി തൂങ്ങും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവൻ പാനിക്കാവും. അവൻ വേണ്ട നമുക്ക് എല്ലാം പഴയ പോലെ ആക്കാം, ബ്രേക്കപ്പ് ഒന്നും വേണ്ട. ടോക്സിസിറ്റിന്ന് ഇറങ്ങി വരാൻ പറ്റാതെ വരും ബ്ലാക്ക് മെയിലിംഗ് കാരണം. അപ്പുറം നിൽക്കുന്ന ആൾക്ക് ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണെന്ന് മനസ്സിലാവത്തേയും ഇല്ല. ഇപ്പം ഞാനാണത് ചെയ്യുന്നതെങ്കിൽ ഞാനത് ഓക്കെ അവനെന്നെ പറ്റിച്ചിട്ട് പോവാണ്, അല്ലെങ്കിൽ അവനെന്നെ ഇട്ടിട്ട് പോവാണ്, അതുകൊണ്ട് ഞാൻ ഇത്തരം ആക്ട് അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ കുറച്ച് ഡ്രാമ കളിച്ചാൽ അത് നിലനിർത്തി പോവാം എന്ന് വിചാരിക്കുന്നത്. പക്ഷെ ആ റിലേഷൻ അങ്ങനെ നിർത്തിയത് കൊണ്ട് നമുക്ക് രണ്ടുപേർക്കും, ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ പ്രയോജനം ഉണ്ടാവില്ല. മുന്നോട്ട് പോകുന്തോറും അത് മോശമായിക്കൊണ്ട് തന്നെ ഇരിക്കുള്ളൂ. കാരണം ഒരാൾക്ക് വേണ്ട എന്ന് തീരുമാനിച്ചാൽ തോന്നുകയും ടോക്സിക് ആണെന്ന് തോന്നുകയും ഇപ്പുറം നിൽക്കുന്ന ആൾക്ക് ഞാൻ ടോക്സിക് ആണെന്ന് മനസ്സിലാവാതിരിക്കുകയും ചെയ്യുന്നതൊരു ഭീകര അവസ്ഥയാണ്. അപ്പൊ നമ്മള് ടോക്സിക് ആണോന്ന് നമ്മള് ആദ്യം തിരിച്ചറിയണം. ചില സ്ത്രീകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് ഹസ്ബൻഡ് ചെറുതായിട്ട് ചീറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ എന്നിൽ നിന്ന് അകന്നു പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്നൊരു കൊച്ചിനെ ഉണ്ടാക്കണം, പിന്നെ അയാൾ പോകില്ല. അത് റോങ് ഡിസിഷൻ ആണ്. എന്ത് തരത്തിലുള്ള ലോജിക്കാണെന്ന് എനിക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ പയ്യന്മാരാണെങ്കിലും ചെറിയ കേട്ടിട്ടുണ്ട്, നിന്റെ അടുത്ത് നമ്മൾ ചാറ്റ് ചെയ്ത ടെക്സ്റ്റ് ഒക്കെ എൻ്റെ ഉള്ളിൽ ഞാൻ പുറത്തു വിടും, ഫോട്ടോസ് എൻ്റെ ഉള്ളിൽ ഞാൻ പുറത്തു വിടും.
ഇങ്ങനെ പണ്ട് സംഭവിച്ചത് പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്തുള്ളൂ, പുറത്ത് വിട്ടോ എന്നൊക്കെ പറയാം. എന്താ സംഭവിക്കാൻ പോണേ? കുറച്ച് നാൾ ആളുകൾ കുറ്റപ്പെടുത്തായിരിക്കും, കളിയാക്കുമായിരിക്കും. അതിനപ്പുറം അതായത് പാമ്പ് ചെത്ത വാർത്ത പരുന്ത് ചാവുന്ന വരെ എന്ന് പറയുന്നതിൽ അതിനേക്കാളും വലിയ എന്തെങ്കിലും വരും. നിങ്ങളിങ്ങനെ ഭയന്ന് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല ടോക്സിക് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പതുക്കെ റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കും, മാക്സിമം മാറി നിൽക്കുക. നിങ്ങൾ സേഫ് ആക്കുക. അത് ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും അത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം നമ്മൾ ടോക്സിസിറ്റിയുടെ കുറേ ട്രേറ്റ്സ് നമ്മൾ പറഞ്ഞു, എല്ലാം ഒന്നും കവർ ചെയ്തിട്ടില്ല. നമ്മൾ ഡെയിലി ലൈഫിൽ കേൾക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങളൊരു ടോക്സിക് പേഴ്സൺ ആണോ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം? നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല ആൾക്കാർ നിങ്ങളുടെ ചുറ്റിനും ഉണ്ടെങ്കിൽ അവർ നിങ്ങളോട് പറയും, ഇന്ന കാര്യങ്ങൾ നീ ഒന്നുകൂടി ശ്രദ്ധിക്കണം, ഇത് അത്ര പോസിറ്റീവാണെന്ന് തോന്നുന്നില്ല, കുറച്ച് നെഗറ്റീവാണെന്ന് പറയും. ഇനി അഥവാ അങ്ങനെ പറയുന്ന ആൾക്കാരില്ലെങ്കിലോ നമ്മളെ തന്നെ ഇരുന്ന് ആലോചിക്കുക. അതെ, നമ്മൾ ഒരു ബന്ധങ്ങൾ ഇപ്പം നമുക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ടാവും. പ്രണയം ഉണ്ടാവും, സൗഹൃദം ഉണ്ടാവും, രക്ഷാകർത്താക്കളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഓഫീസിൽ ധാരാളം ബന്ധങ്ങളുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും. അപ്പോൾ ബന്ധങ്ങൾ സ്മൂത്തായിട്ടല്ല പോകുന്നത് എങ്കിൽ, ഇപ്പോൾ കുറേ കാലം നന്നായി പോയിക്കൊണ്ടിരുന്നതിൽ ഈ ഇടയായിട്ടാണ് കല്ലുകടി തുടങ്ങുന്നതെങ്കിൽ നമ്മൾ ഇരുന്ന് സമാധാനമായിട്ടിരുന്ന് നമ്മൾ തന്നെ ഇരുന്ന് ആലോചിക്കണം, എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വന്ന് തെറ്റാണോ. പക്ഷേ ആലോചിക്കുമ്പോൾ ഞാൻ സൂപ്പറാണ് എന്ന് ആറ്റിറ്റ്യൂഡും കൂടി വിചാരിച്ചിട്ട് കാര്യമില്ല. ഞാനും ഒരു മനുഷ്യനാണ്, എനിക്കും തെറ്റ് പറ്റാം എന്ന് മനസ്സിലാക്കിയിട്ട് ഇമ്പാർഷ്യലായിട്ട് വേണം ആലോചിക്കാൻ. ഓക്കെ, ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞത് അയാൾക്ക് വിഷമമായിട്ടുണ്ടാവുമോ, ഒരു പക്ഷേ അയാൾക്ക് എന്തെങ്കിലും ട്രിഗറിങ് ആയിട്ടുണ്ടാകുമോ എന്ന് നിഷ്പക്ഷമായിട്ട് നമുക്ക് ഇരുന്ന് ആലോചിക്കാൻ പറ്റണം. ആലോചിച്ചിട്ട് ഒരു സാധനം തെറ്റായി പോയി എന്ന് തോന്നിയാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റണം, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഞാൻ ചെയ്തത് തെറ്റിപ്പോയി, അത് വേണ്ടിയിരുന്നില്ല എന്ന്. ഇനി അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അതിനെ എങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാം? നമ്മൾ ഇരുന്ന് ആലോചിച്ച് കണ്ടുപിടിക്കുക നമുക്ക് എവിടെയാണ് തെറ്റിപ്പോയി എന്നുണ്ടെങ്കിൽ അതെവിടെ തിരുത്താം. ഇനി തെറ്റിപ്പോയില്ല പക്ഷെ നമുക്ക് ബെറ്റർ ആക്കാമായിരുന്നു എന്നുണ്ടെങ്കിൽ അതെങ്ങനെ ബെറ്റർ ആക്കാം. നെക്സ്റ്റ് ഒരു കോൺവെർസേഷനിലോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലോ അത് ആവർത്തിക്കാതിരിക്കാൻ പറ്റും. പഴയത് പച്ചപ്പ് ആക്കാൻ പറ്റിയില്ലെങ്കിലും അതെ, പറ്റിപ്പോയത് പറ്റിപ്പോയി, ഇനി അതെങ്ങനെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ പറ്റും. ഇനി അതിന് നമുക്കൊരു സൊല്യൂഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക. അതിനൊരിക്കലും മടി വിചാരിക്കേണ്ട കാര്യമില്ല. ഇത്ര നിസ്സാര കാര്യത്തിനൊക്കെ പോയിട്ട് ആരെങ്കിലും പ്രൊഫഷണൽ ഹെൽപ്പൊക്കെ എടുക്കുമോ, തെറാപ്പിക്ക് പോവോ, കൗൺസിലിങ്ങിന് പോവോ? ഇതിൽ ചെറുത് വലുതൊന്നുമില്ല. നിങ്ങൾക്ക് അറിയില്ല, ഇന്ന് വളരെ ചെറുതായി കിടക്കുന്ന സാധനമായിരിക്കാം നാളെ വലിയൊരു പ്രശ്നമായിട്ട് ബ്ലോ അപ്പ് ചെയ്ത് വരാൻ പോകുന്നു. ഉള്ളിൽ എനിക്ക് തോന്നുന്നു, നമ്മുടെ ഉള്ളിൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെ അടക്കി വെച്ച സാധനത്തിന് മേളിൽ പുതിയ ലെയേഴ്സ് വെക്കുകയാണ്. ഈ ഏറ്റവും അടിയിൽ നിന്ന് ഒരു സാധനം എപ്പോഴെങ്കിലും ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കത് എന്താണെന്ന് മനസ്സിലാവത്തില്ല, എവിടെയാണ് അതിൻ്റെ റൂട്ട് കിടക്കുന്നത് നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പം ചേച്ചി പറഞ്ഞ പോലെ തന്നെ എപ്പോഴും നമ്മൾ ഹെൽപ്പ് അതിന് എന്താ പറയുക, ഈ ഡോക്ടേഴ്സിൻ്റെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ ആരുടെയാണോ നമുക്ക് പറ്റുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല സുഹൃത്തുക്കൾ മതിയാവും, നല്ല തെറാപ്പിക്ക് നല്ല സുഹൃത്തുക്കൾ മതിയാവും. ചിലപ്പോൾ നമുക്കൊരു യാത്ര പോയാൽ നമുക്ക് പറ്റുമായിരിക്കും. ചിലപ്പോൾ നമ്മൾ കരഞ്ഞാൽ കുറേ സാധനങ്ങളുണ്ട്. പക്ഷെ എപ്പോഴും ഈ ഹെൽപ്പ് തേടുന്നത് അതിപ്പോൾ മരുന്ന് എടുക്കണം അല്ലെങ്കിൽ ഒരു ഭ്രാന്തായിട്ടാണ്, അങ്ങനെയൊന്നും നമ്മൾ അത്തരം വാക്കുകൾ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെ, സ്വന്തമായിട്ട് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരിക്കലും അതൊരു എന്താ പറയുക, അതെൻ്റെ പ്രശ്നമാണ്, എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയത്, എനിക്കെന്താ അറിയാത്ത, ഇത്രയും കാലം ഞാൻ എന്നെ മനസ്സിലാക്കിയിട്ടില്ലേ, എനിക്കെന്താ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞത് ഒരു സെൽഫ് ബ്ലെയിമായിട്ട് എടുക്കാതെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പറ്റില്ല. അതിന് വേണ്ടിയുള്ള എക്സ്പേർട്സ് നമ്മുടെ അടുത്തുണ്ട്. അവരുടെ അടുത്തേക്ക് ചെല്ലുക, സഹായം ചോദിക്കുക. സഹായം ചോദിക്കുന്നത് ഒരിക്കലും നമ്മുടെ ഒരു കുറവല്ല. നമ്മൾ നമ്മളെ തന്നെ ബെറ്റർ ആക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ നമുക്ക് വേണ്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ കുറ്റപ്പെടുത്തല്ല. നമ്മളെ കുറ്റപ്പെടുത്താൻ 100 പേര് വേറെ ഉണ്ട്. നമ്മളും കൂടെ നമ്മളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക, എന്നിട്ട് അത് കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. നമ്മുടെ റിലേഷൻഷിപ്പ് ടോക്സിക് ആണെങ്കിൽ, നമ്മൾ ടോക്സിക് ആണെന്ന് തോന്നിയാൽ നമ്മൾ നമ്മളെ മാറ്റാൻ ശ്രമിക്കുക. ഇനി ആ ടോക്സിസിറ്റി നമ്മുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ അഡ്രസ്സ് ചെയ്യുക. അത് അഡ്രസ്സ് ചെയ്തിട്ടും അത് സൊല്യൂഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. അത് നിങ്ങൾ എത്ര പേര് ആ റിലേഷൻഷിപ്പിലുണ്ടോ അത്രയും പേരോടും ചെയ്യുന്ന ഒരു പാതകമാണ്. അതിൽ നിന്ന് മെല്ലെ പുറത്തേക്ക് ഇറങ്ങുക. കഷ്ടപ്പാടാണെങ്കിലും ഒത്തിരി ബുദ്ധിമുട്ടിയാണെങ്കിലും അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്തിട്ട് ഇവിടെ ഉണ്ടാവുന്ന പ്രശ്നത്തെ എനിക്ക് തോന്നുന്ന ടോക്സിക് പേഴ്സണിൽ നിന്ന് ഇപ്പം ഞാൻ ഇറങ്ങി വരാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ എക്സാമ്പിൾ വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഇറങ്ങി വരാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്കൊരു പെയിൻഫുൾ ആണല്ലോ. അപ്പം എനിക്കൊന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കുറച്ചും കൂടെ
ചെയ്യാനോ മീ ടൈമോ അല്ലെങ്കിൽ വായനയോ സിനിമ കാണലോ ട്രാവലോ അല്ലെങ്കിൽ എന്താണോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരുടെ കൂടെ ഇരിക്കുന്നതാണോ അത്തരം സാധനവും കൂടെ നമ്മൾ ഈ ടോക്സിക് പേഴ്സണിൽ നിന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ മൂവ് ഓൺ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അത്തരം കാര്യങ്ങളും കൂടെ ചെയ്യണം. കാരണം അല്ലെങ്കിൽ നമ്മൾ ഇതിനുള്ളിൽ തന്നെ ഇരുന്ന് ഓവർ തിങ്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മളൊരു ടോക്സിക് പേഴ്സൺ ആണെങ്കിലും നമ്മളൊരു ടോക്സിക് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണെങ്കിലും നമ്മളത് തിരിച്ചറിയുകയും എനിക്കതിനെ കൃത്യമായ സമയത്ത് അതിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അതിൽ നിന്ന് വാക്ക് അവേ ചെയ്യുകയും വേണം.